ഹായ്, ഞാൻ ഡോക്ടർ ഫരീദ് റഹ്മാൻ, ഡിമെൻഷ്യ സ്പെഷ്യലിസ്റ്റാണ്. എന്താണ് ഡിമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗം? ഇതിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? അങ്ങനെയുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഡിമെൻഷ്യയിൽ മെയിനായിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ പലതരത്തിലാണ്. അതിൽ മെയിനായിട്ട് ഫോർ സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ സ്റ്റേജിലും വ്യത്യസ്തമായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഓരോ സ്റ്റേജും കടന്നു പോകാൻ ഡിപ്പെൻഡ്സ് ഓരോ ആളുകളുടെയും ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനനുസരിച്ചിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് തന്നെ കടന്നു പോകാൻ 6 months to ഒരു 1.5 years വരെ സമയം എടുക്കാൻ ഡിപ്പെൻഡ്സ് അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ട്. ഇതിൽ ആദ്യ സ്റ്റേജിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെ രീതിയിലാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാകുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുക. അതായത് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ 10-15 മിനിറ്റ് കഴിഞ്ഞാൽ അത് അവർക്ക് മറന്നു പോകും. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വെക്കും, ആ വെച്ച സ്ഥലം അവർക്ക് പിന്നീട് ഓർമ്മ ഉണ്ടാവില്ല, അതും അവർ മറന്നു പോകും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ അവർക്ക് ഓർമ്മക്കുറവുണ്ട് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ അവർ കൂടെ പറയും, എനിക്ക് ഈടായിട്ട് കുറച്ച് ഓർമ്മക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മറന്നു പോകുന്നതെന്ന് അവർ തന്നെ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുക. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വെക്കുക, ആ വെച്ച സ്ഥലം മറന്നു പോകും. അപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന സമയത്ത് 10-15 മിനിറ്റ് ഏകദേശം ഒരു പറഞ്ഞ കാര്യം പറഞ്ഞു എന്നുള്ളത് അവർക്ക് അറിയാമെന്നുള്ളത്, അതേപോലെ തന്നെ അവർക്ക് ഓർമ്മക്കുറവുണ്ട് എന്നുള്ള കാര്യം അവർ തന്നെ പറയുകയും ചെയ്യും. ബട്ട് സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ഒന്ന്, ആദ്യം പറഞ്ഞതുപോലെയുള്ള ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി പിന്നീട് ഉണ്ടാവില്ല. അതായത് പറഞ്ഞാൽ 10-15 മിനിറ്റ് നേരം അവരുടെ മനസ്സിലുണ്ടാവില്ല, അത് പറഞ്ഞാൽ അപ്പം തന്നെ മറന്നു പോകുന്നൊരു കണ്ടീഷൻ ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകുമ്പോൾ സംസാരം കൂടുതലായിട്ട് വരും. ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മറന്നു പോകുമ്പോൾ സംസാരം കൂടുതലായിട്ട് വരും, പറഞ്ഞ തന്നെ വീണ്ടും ആവർത്തിച്ച് പറയും. ഓക്കെ, അതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ അവർക്ക് എനിക്ക് ഓർമ്മക്കുറവുണ്ട് എന്ന് അവർ തന്നെ ഇടയ്ക്ക് പറഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്ന സമയത്ത് ഓർമ്മക്കുറവുള്ളൊരു വിഷയം തന്നെ അവർ മറന്നു പോകും. ഇവിടെയാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ആദ്യത്തെ സ്റ്റേജിൽ അവർ എന്തെങ്കിലും വെച്ചിട്ട് കാണാനില്ലെങ്കിൽ അവർ മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കുമായിരുന്നു. അത് ഞാൻ എവിടെ വെച്ചതാണ്, എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് എടുത്തു തരണം, ഈടായിട്ട് എനിക്ക് കുറച്ച് ഓർമ്മക്കുറവുണ്ടെന്ന് അവരെന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജ് വരുന്ന സമയത്ത് ഓർമ്മക്കുറവ് ഉള്ള ഒരു വിഷയം തന്നെ അവർ മറന്നു പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും അവർ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വെക്കും, ആ വെച്ച സ്ഥലം മറന്നു പോകുമ്പോൾ അത് മറ്റുള്ളവർ എടുത്തതാണ് എന്നുള്ള രീതിയിലുള്ളൊരു സംശയം വരാൻ തുടങ്ങും. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സംസാരം കൂടുന്നതിൻ്റെ ഒപ്പം തന്നെ സംശയങ്ങൾ കൂടുതലായിട്ട് വരും, തോന്നലുകൾ കൂടുതലായിട്ട് വരും, ഒരു ജനറൽ ആങ്സൈറ്റി കൂടുതലായിട്ട് വരും. അത് ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. പലരിലും ഡിഫറെൻ്റ് ആണ്. ബട്ട് ഇപ്പോൾ അവർ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. അപ്പോൾ വെള്ളം ചോദിച്ച പാടത്തിന് അവർക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു. ബട്ട് അവർക്ക് ആ കിട്ടിയത് ഓർമ്മയിലുണ്ടാവില്ല. അപ്പോൾ വീട്ടിലൊക്കെ അവരെ കാണാൻ വരുന്നവരോടൊക്കെ ഇങ്ങനെ പറയും, എന്നെ ആരും നോക്കുന്നില്ല, എൻ്റെ കാര്യത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല, നമ്മളിപ്പോൾ കുട്ടികൾ എന്തുമാത്രം നോക്കിയതാ, ഇപ്പോൾ അവർക്ക് അവരുടെ കാര്യമായി നമ്മളൊന്നും നോക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ജനറൽ ആങ്സൈറ്റി കൂടുതലായിട്ട് വരാൻ തുടങ്ങും. അതേപോലെ തന്നെ അവർ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വെക്കും, ആ വെച്ച സ്ഥലം മറന്നു പോകും. ബട്ട് അത് അവിടെ തന്നെ വെച്ചത് എനിക്ക് നല്ല ഉറപ്പാണ്, ഞാനത് അവിടെ തന്നെ വെച്ചത്, ഇപ്പോൾ അവിടെ കാണാനില്ലേ, മറ്റുള്ളവർ എടുത്തതായിരിക്കാം എന്നുള്ള രീതിയിലുള്ള സംശയം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ എടുത്തോ എന്നുള്ള രീതിയിലുള്ള സംശയം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നാരും നോക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുകൾ, പേടി, ബേജാറ്, ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന മീൻസ് അവർക്ക് പേഷ്യൻറ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്നെ നോക്കാൻ ആരാ, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആരാ, എനിക്കൊരു അസുഖം വന്നാൽ ഡോക്ടറെ അടുത്ത് ആരാ കൊണ്ടുപോവുക, മക്കളൊക്കെ കൂടെ തന്നെ ഉണ്ടാവും. ബട്ട് അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉള്ളതുപോലെ ആയിട്ട് തോന്നും. ഈ സമയത്ത് തന്നെ പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവാം, അതേപോലെ തന്നെ പെട്ടെന്ന് സങ്കടവും ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എന്നാരും നോക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം. അതേപോലെ തന്നെ ദേഷ്യവും ഉണ്ടാവും, അതേപോലെ തന്നെ പെട്ടെന്ന് സങ്കടവും ഉണ്ടാവും. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ടൈം ഇതിങ്ങനെ പോവും. അതായത് ഒരു മോർ ദാൻ 1 year വരെ എടുക്കും ചിലപ്പം, അവർ പ്രത്യേകിച്ച് ഫിസിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ.
അപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ ചേഞ്ച് ഉണ്ടാകുന്നത്, കാരണം ഇപ്പോഴത്തെ ഓർമ്മ കുറഞ്ഞു പോകാൻ തുടങ്ങും. ഇപ്പം നടക്കുന്ന കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ മെല്ലെ മെല്ലെ കുറഞ്ഞു പോയിട്ട് ഒരു 10-20 കൊല്ലം മുമ്പേ നടന്ന ഓർമ്മകളെ കൂടുതലായിട്ട് മനസ്സിലേക്ക് വരാനും തുടങ്ങും. ഈ സമയത്ത് വീട്ടിലുള്ളവരെ ഒക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് മെല്ലെ മെല്ലെ വരാൻ തുടങ്ങും. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇടപഴകുന്നവരെ കുറിച്ചുള്ള ഓർമ്മ അവിടെ കുറച്ചുണ്ടാവും. ദൂരെ ഉള്ളവരെ അല്ലെങ്കിൽ കുറച്ചൊക്കെ അധികം ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള ഓർമ്മകൾ ഇല്ലാണ്ടായിട്ടും പോകും തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേജിൽ വരുമ്പോൾ ഇപ്പോഴത്തെ ഓർമ്മ കുറഞ്ഞു പോവുകയും ചെയ്യും, പഴയ കാലത്തെ ഓർമ്മ കൂടുതലായിട്ട് വരികയും ചെയ്യും. അപ്പോൾ പഴയ കാലത്തെ ഓർമ്മ കൂടുതലായിട്ട് വരുമ്പോൾ ഒരു 10-20 കൊല്ലം മുമ്പേ നടന്ന ഓർമ്മ കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. 5 മിനിറ്റ് മുമ്പേ നടന്ന കാര്യത്തിലുള്ള ഓർമ്മ കുറഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ 5 മിനിറ്റ് മുമ്പേ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ 30 കൊല്ലം മുമ്പേ നടന്ന ഓർമ്മകൾ മനസ്സിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് തന്നെ ഇടയ്ക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് ഓർമ്മക്കുറവാണോ? കാരണം എനിക്ക് പോലും അറിയാത്ത എൻ്റെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഓർമ്മ ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക പഴയ ഓർമ്മ ഉണ്ടല്ലോ, അതൊരു ബെനിഫിറ്റാണ് എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിമെൻഷ്യയുടെ മൂന്നാമത്തെ സ്റ്റേജിൽ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ ഓർമ്മ കുറഞ്ഞു പോവുകയും ചെയ്യും, പഴയ കാലത്തെ ഓർമ്മ കൂടുതലായിട്ട് വരികയും ചെയ്യും. ഈ സ്റ്റേജിൽ വരുമ്പോൾ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട് വിട്ട് ഇറങ്ങിപ്പോകാനൊരു ടെൻഡൻസി ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോഴത്തെ ഓർമ്മ കുറഞ്ഞു പോയിട്ട് പഴയ ഓർമ്മ കൂടുതലായിട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലല്ല വേറെ വീട്ടിലാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്നുള്ള രീതിയിലൊരു ചിന്ത വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം വീടല്ല എന്ന് പറയുമ്പോൾ അവരെ വീട് വിട്ട് ഇറങ്ങിപ്പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതേപോലെ തന്നെ മരിച്ചു പോയിട്ടുള്ള അച്ഛൻ അമ്മയൊക്കെ എപ്പോഴും ഉണ്ട്, എനിക്ക് അവരെ കാണണം, അവരുടെ അടുത്തേക്ക് പോകണം എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പറയാം അച്ഛാ ഇത് അച്ഛൻ്റെ വീട് തന്നെ അമ്മയുടെ വീട് തന്നെയാണ് ഇത് എന്ന് പറയുമ്പോഴൊന്നും അവർ അംഗീകരിക്കില്ല. അതേപോലെ തന്നെ നമ്മളെ കാണുമ്പോൾ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ പറഞ്ഞു പഴയ ഓർമ്മയിൽ വരുമ്പോൾ നമ്മളെക്കുറിച്ചിട്ടുള്ള ഓർമ്മയും കുറഞ്ഞു പോകും. അപ്പോൾ നമ്മളെക്കുറിച്ചിട്ടുള്ള ഓർമ്മ കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ ചിലപ്പം അവരുടെ ഏട്ടനായിട്ട് മാറാം, അല്ലെങ്കിൽ അനിയനോ അമ്മയോ അച്ഛനൊക്കെ ആയിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ കാണുമ്പോൾ ആ രീതിയിലാണ് അവർ സംസാരിക്കുക. അതായത് നമ്മുടെ അച്ഛനായിട്ട് അനിയനായിട്ട് ആ രീതിയിലാണ് അവർ നമ്മളെ കാണുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മകളാണ് എന്നുള്ള ഒരു ചിന്ത അവർക്ക് മെല്ലെ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ ഇല്ലാണ്ടായിട്ട് പോകും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ ഉള്ളൊരു മറ്റൊരു ലക്ഷണമാണ് മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ മലമൂത്രം പിടിച്ചു നിർത്താൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ പരിസരബോധം ഇല്ലാതെ മലമൂത്ര വിസർജനം നടത്തുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേയ്ഡ് റെസ്പോൺസ് ആയിരിക്കും. കാരണം മൂത്രം നമ്മുടെ ബ്ലാഡറിൽ നിറഞ്ഞാൽ തന്നെ അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. അത് ശേഷി ഉണ്ടായി വരുമ്പോഴേക്കും മൂത്രത്തിൻ്റെ ഒരു കപ്പാസിറ്റി ബ്ലാഡറിൽ അധികം നിറഞ്ഞിരിക്കും. അപ്പോൾ അത് അറിഞ്ഞ പാടെ അവർ ആക്ട് ചെയ്യുമ്പോൾ അത് പിടിച്ചു നിർത്താൻ പറ്റാതെ വരിക എന്നുള്ള രീതിയിൽ ടോയ്ലറ്റിൽ പോകുന്ന വഴിക്ക് തന്നെ അറിയാതെ പോകും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു റെസ്പോൺസേ ഉണ്ടാവില്ല, അവിടെ ആബ്സെൻസ് ആയിരിക്കും, കംപ്ലീറ്റ് ആബ്സെൻസ് ആയിരിക്കും ആ റെസ്പോൺസിൻ്റെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മലമൂത്ര വിസർജനം അറിയാതെ പോകും. അപ്പോൾ അറിയാതെ പോകുന്ന സമയത്ത് ആരാ ഇവിടെ മൂത്രം ഒഴിച്ചെന്ന് വെച്ചാൽ ഞാനല്ല, എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുക. കാര്യം അവരതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ല, അവർ പോയത് തന്നെ അറിഞ്ഞിട്ടില്ല മൂത്രം പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് അൺകൺട്രോൾഡ് യൂറിൻ ആൻഡ് ഫീസസ്, അതായത് മലമൂത്രം അറിയാതെ വിസർജനം ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു സ്റ്റേജും നേരത്തെ പറഞ്ഞതുപോലെ ഒരു മോർ ദാൻ 1 or 2 years വരെ എടുക്കും. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലേറ്റർ സ്റ്റേജിലോട്ട് പോകും. ലേറ്റർ സ്റ്റേജിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, തേർഡ് സ്റ്റേജിൽ വരുമ്പോൾ പഴയ ഓർമ്മ കൂടുതലായിട്ട് വരും എന്നുള്ളത്. പക്ഷേ ലേറ്റർ സ്റ്റേജിൽ വരുമ്പോൾ ആ പഴയ ഓർമ്മയും കുറഞ്ഞു പോകും. പഴയ ഓർമ്മയും കുറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സംസാരം കുറഞ്ഞു പോകും. കാരണം പിന്നെ മനസ്സിൽ ഓർമ്മകളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസാരം കുറഞ്ഞു പോകും. അതേപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വേർതിരിച്ചറിയാനുള്ള കാര്യത്തെക്കുറിച്ചിട്ടൊന്നും കൃത്യമായിട്ടുള്ളൊരു ബോധം ഉണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് ഭക്ഷണം വേണോ വെള്ളം വേണം എന്നുള്ളതൊന്നും ചോദിക്കില്ല, അതിനെക്കുറിച്ചിട്ടൊന്നും പറയില്ല. അതേപോലെ തന്നെ വീട്ടിൽ വരുന്നവർ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ശേഷി തീരെ ഉണ്ടാവില്ല, പഴയതും ഉണ്ടാവില്ല പുതിയതും ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ ആളുടെ സംസാരം പൊതുവെ കുറഞ്ഞു പോവുകയും ചെയ്യും. മലമൂത്ര വിസർജനം കംപ്ലീറ്റ്ലി അൺകൺട്രോൾഡ് ആയിരിക്കും.
ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചിട്ട് അവർക്ക് തന്നെ അറിയില്ലെങ്കിൽ അവർ ചോദിക്കുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷണം, വെള്ളം എല്ലാം കൃത്യസമയത്ത് അളവിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കും വേണം. അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോകുന്നതായത്, തേർഡ് സ്റ്റേജിൽ വരുന്ന സമയത്ത് ചില ആളുകളിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പോൾ അവർ കഴിച്ച കാര്യങ്ങൾ മറക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും ഭക്ഷണം വേണം, കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കൂടുതലാവുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കൃത്യമായ അളവിൽ മാത്രമേ ഭക്ഷണങ്ങൾ കൊടുക്കാവൂ. കൂടുതൽ സെൻറ്റിമെൻ്റലായിട്ട് അച്ഛന് വിശക്കുന്നുണ്ട്, അമ്മയ്ക്ക് വിശക്കുന്നുണ്ടാവും എന്നുള്ള രീതിയിൽ കൂടുതൽ ഭക്ഷണങ്ങൾ കൊടുക്കരുത്. കാരണം അവർ കഴിക്കുന്നുണ്ട്, കഴിച്ചത് അവർ മറന്നു പോകുമ്പോഴാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്, അല്ലാതെ വിശന്നത് കൊണ്ടല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. സ്വാഭാവികമായിട്ടും ഇതിൽ ഡിമെൻഷ്യയിൽ ഒരുപാട് ഡിഫറൻസ് ഒരുപാട് വകഭേദങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അൽഷിമേഴ്സ് ഡിമെൻഷ്യ, ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, വാസ്കുലാർ ഡിമെൻഷ്യ, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഓരോ ടൈപ്സിൽ ഡിമെൻഷ്യയിൽ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ജനറലായിട്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, dementia-care.in എന്നുള്ളൊരു വെബ്സൈറ്റിൽ സന്ദർശിച്ചാൽ ഇതിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ അറിവുകളും നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിമെൻഷ്യ മലയാളം എന്നുള്ള ഇതിൽ പോയി സെലക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു. ബൈ.